വെൽക്കം ബാക്ക് ടു another episode of അപ്പം എനിക്കിങ്ങനെ ചില ദിവസം എണീറ്റ് വരുമ്പോഴത്തേക്കും എനിക്കിങ്ങനെ തോന്നും വീഡിയോ എടുക്കാം, അങ്ങനെ ഒരു മൂഡൊക്കെ തോന്നുവേ. ചില ദിവസം നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഒന്നും വേണ്ട, ഭയങ്കര ചുമ്മാ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ തോന്നും. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ എണീറ്റ് വന്നത് കുറച്ച് ലേറ്റ് ആയിട്ടാണ്. പക്ഷേ എനിക്കിങ്ങനെ തോന്നി, ഓക്കെ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും ഇല്ലാത്തൊരു ദിവസമാണ് നമ്മുടെ ലൈഫിൽ. ലൈക്ക് ഒരു സൺഡേ ആണ്, നമുക്ക് പ്രത്യേകിച്ച് ഒരു അജണ്ടയും ഒരു പ്ലാനും ഇല്ല, ആൻഡ് കുറച്ചൊരു ലേസി ആയിട്ട് പോകുന്ന ഒരു ഡേ ആണ്. നമ്മൾ വെതറൊക്കെ നോക്കുമ്പോഴത്തേക്കും ഭയങ്കര മഴ അങ്ങനെയൊക്കെയാണ് കാണിച്ചത്. അപ്പം ഞങ്ങൾ ഓർത്തു ഇങ്ങനെ വീട്ടിലിങ്ങനെ ഇരിക്കുന്നത് ഒരു പ്രിവിലേജ് ആണല്ലോ, വീട്ടിലിങ്ങനെ ഇരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, എന്തെങ്കിലുമൊക്കെ കാര്യത്തിനായിട്ട് നമുക്ക് വെളിയിറങ്ങേണ്ടി വരും. അപ്പോൾ ഞാൻ ഓർത്ത് ഇന്നത്തെ ഒരു ഡേ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്യാം, നിങ്ങളെയും കൂടെ ക്ഷണിക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ദോസ് ഹു ആർ വാച്ചിങ്, വെൽക്കം ടു another episode of VX Tales. അപ്പോൾ വെൽക്കം ടു ദ വീഡിയോ. ഞാൻ ഫസ്റ്റ് തിങ് രാവിലെ എണീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ തലേന്ന് കഴുകി വെച്ച കുറച്ച് പാത്രങ്ങൾ കാണും ബേസിനിൽ. എന്നിട്ട് ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഉണങ്ങിയ സാധനങ്ങൾ എടുത്ത് പ്രോപ്പർ സ്ഥലത്ത് വെക്കും. ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കുമായിരുന്നു ഈ വീട്ടിലെ കത്തികളുടെ എണ്ണം. കുറേ കത്തികളുണ്ട് എൻ്റെ കയ്യിലുള്ളതിൽ തന്നെ. 4, 5, 6 എത്ര കത്തികളാണ് നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്നത്. ഞാൻ ഇങ്ങനെ അല്ലെങ്കിൽ ഓരോന്നിനും ഓരോ ഇതിലാണ് എടുക്കുന്നത്. നമുക്കിതാ ഈ കത്തി അബിൻ്റെ ഫേവറേറ്റ് ആണ്, അത് ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് കാണിച്ചു തരാം. പോഡിൻ എന്ന് പറഞ്ഞിട്ട് അവൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടൊരു കത്തിയാണ്, അതാണ് അബിയുടെ ഫേവറേറ്റ്. പിന്നെ കുറേ അൽഗുലുത്ത് കത്തികളൊക്കെ ഉണ്ട്, സ്പൂണുകൾക്ക് വേറെ സ്പേസ് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പം അതെല്ലാം ഒന്ന് സോർട്ട് ചെയ്യാൻ ഫസ്റ്റ് ബേസിക്കലി എനിക്ക് തോന്നുന്നു മിക്ക ഗേൾസിനും റിലേറ്റ് ചെയ്യാം. ലൈക്ക് ഓർഗനൈസ് ചെയ്ത് തന്നെ കുറേ സമയം, അത് എല്ലാവരുടെ ലൈഫിൽ അങ്ങനെയൊക്കെയാണെന്ന് ഞാൻ പ്രതീക്ഷിച്ച് സമാധാനിക്കുന്നു. ഓക്കെ, അപ്പം ഞാൻ ഒരു മുട്ട ഉണ്ടാക്കി ചെറുതായിട്ടൊന്ന് പാളിപ്പോയതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കരിഞ്ഞു പോയി. എനിക്ക് രാവിലെ എണീറ്റപ്പോഴത്തേക്കും മുട്ടയും ബ്രെഡും കഴിക്കാനാണ് ആദ്യം തോന്നിയത്. പിന്നെ ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞു സ്മൂതി വേണമെന്ന് അതിന്. അപ്പോൾ എനിക്കും ചെറുതായിട്ട് സ്വിച്ചായി. എന്നാൽ പിന്നെ സ്മൂതി ആക്കാമെന്ന് വെച്ചു. പിന്നെ 2 പേർക്കായിട്ട് ഉണ്ടാക്കുന്നത് പാടല്ല, അപ്പോൾ ഒരേ രീതിയിൽ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് പാലെടുത്തു. ഇനി നെക്സ്റ്റ് ഇടുന്ന ഇൻഗ്രീഡിയൻറ്റ് നെക്സ്റ്റ് ഞാൻ ഇടാൻ പോകുന്നത് ഇതാണ് ബ്ലൂബെറി. നമുക്കിങ്ങനെ ഫ്രോസൺ ബ്ലൂബെറീസ് കിട്ടും. അപ്പം ഇത് കുറച്ച് ആഡ് ചെയ്യാം. ഇതിൽ കുറേ നട്ട്സൊക്കെ ഓൾറെഡി വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ വരുന്ന ഓട്സ്, ചിയാ സീഡ്സ് ഇടും. ചിയാ സീഡ്സ് സോക്ക് ചെയ്തിട്ടൊന്നുമല്ല, ചുമ്മാ ഡയറക്റ്റ്ലി ഞാൻ ഇടും. വേണമെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ പ്രിഫറൻസ്. ഇത് ഫൈബർ കണ്ടന്റ് ഉണ്ട്. പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഫുള്ളായിട്ടിരിക്കും. സ്മൂത്തി കുടിച്ചിട്ട് പെട്ടെന്ന് നമുക്ക് വിശപ്പ് വരത്തില്ലല്ലോ, അല്ല വരരുതല്ലോ അതിന്. നെക്സ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഈസ് നമ്മുടെ വേ പ്രോട്ടീൻ. അപ്പോൾ സ്മൂതി നമ്മൾ ചുമ്മാ അടിക്കുവാണെങ്കിൽ നമുക്ക് ഒട്ടും ഇനഫ് ആയിരിക്കത്തില്ല, കണ്ടൻസും ഇനഫ് ആയിരിക്കത്തില്ല, നമുക്ക് പെട്ടെന്ന് പിന്നെയും വിശക്കും. അപ്പോൾ നമ്മൾ വേ പ്രോട്ടീൻ ആഡ് ചെയ്യും. ഇത് ഞങ്ങൾ റീസെൻ്റ് ആയിട്ട് വാങ്ങിച്ച കേട്ടോ. ആദ്യം നമ്മൾ ഇനീഷ്യലി ഇതായിരുന്നു വാങ്ങിക്കുന്നത്, ഓണിൻ്റെ ഒപ്റ്റിമം ന്യൂട്രിയൻ്റെ പ്രോട്ടീൻ പൗഡർ ആയിരുന്നു വാങ്ങിക്കുന്നത്. ഇത് വന്നിട്ടൊരു കിടിലൻ ഫ്ലേവറാണ്. ഇത് വൈറ്റ് ചോക്ലേറ്റ് റാസ്ബെറി ഫ്ലേവറാണ്. വേറെ ഉള്ളത് ഇതാണ് ഡയമറ്റൈസിൻ്റെ ചോക്ലേറ്റ് ഉണ്ട്. ചോക്ലേറ്റ് ഫഡ്സ് എന്ന് പറഞ്ഞൊരു ഫ്ലേവറുണ്ട്, അത് നല്ല കേട്ടോ. ഇപ്പോൾ പ്രോട്ടീൻ പൗഡർ തട്ടിയിട്ട് ഇവിടെ നടക്കാൻ വയ്യാത്ത അവസ്ഥ. ഒരു സ്കൂപ്പ് ഇടും. ബെറ്റർ നിങ്ങൾ പ്രോട്ടീൻ പൗഡർ എടുക്കുന്നുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് വെച്ചാൽ നിങ്ങൾക്ക് മടുക്കത്തില്ല. ഇനി ഇത് അടിച്ചെടുക്കാം. ഞാനൊരു ഷേക്കിന് വേണ്ടി ഇത്രയും സംസാരിക്കുകയാണോ എന്നാലേക്ക്. പക്ഷേ ഇന്നത്തെ വീഡിയോ ഞാൻ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ അടുക്കളയിൽ ഒന്നും ഇല്ല, ലൈക്ക് കുക്കിംഗ് ഒന്നും നടന്നിട്ടില്ല. ഇന്നലെ ഫുൾ വെളിയിൽ നിന്നായിരുന്നു. നമുക്ക് ഇന്നലെ ഉച്ചയ്ക്ക് നമുക്ക് ഒരു ട്രീറ്റ് ആയിരുന്നു. വൈകുന്നേരം ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം പോയി അങ്ങനെ വെളിയിൽ നിന്നൊക്കെ ഫുഡ് കഴിക്കുമായിരുന്നു. അപ്പോൾ ഇന്നലെ കിച്ചൺ അനങ്ങിയിട്ടില്ല. അപ്പോൾ ഇന്ന് അനങ്ങണമെങ്കിൽ നമ്മൾ പോയി സാധനങ്ങളൊക്കെ വാങ്ങണം. ആൻഡ് കുക്കിങ്ങും കുറച്ച് നമ്മൾ ആക്ച്വലി കുറേ നല്ല ഡിഫറെൻറ്റ് സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യും കേട്ടോ വീട്ടിൽ. അപ്പോൾ കുറച്ച് കുക്കിംഗ് കൂടെ ചേർത്തിട്ട് ഈ വ്ളോഗിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ സ്മൂത്തി അടിച്ചിട്ട് വരാം. അപ്പോൾ നമ്മുടെ സ്മൂതി റെഡി ആയിട്ടുണ്ട്. ഞാൻ പതിയെ നല്ല സൂപ്പർ ടേസ്റ്റ് ആൻഡ് നല്ല ഫുൾഫില്ലിംഗ് ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ് കേട്ടോ. അപ്പം ഞാൻ അത് ട്രൈ ചെയ്യട്ടെ. ഇത് എൻ്റെ മുട്ട കുറച്ച് ഊളയായിപ്പോയി, പക്ഷേ എനിക്ക് രാവിലെ എണീറ്റപ്പോൾ മുട്ട കഴിക്കാൻ തോന്നി, അപ്പം ഞാൻ അതും ഉണ്ടാക്കി. ഇപ്പോൾ കുറച്ച് പേരെങ്കിലും വിചാരിക്കുന്നുണ്ടായിരിക്കും ഒരു കഥാപാത്രവും കൂടെ ഉണ്ടല്ലോ എന്ന്.
അപ്പോൾ ഞാനും പുള്ളീനെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളി ഇവിടെ എല്ലാം ഫുൾ റെഡിയായി, ഫുഡെല്ലാം റെഡി ആയിട്ട് ആ ഒരു കണക്കാകുമ്പോഴത്തേക്കും വരും. അപ്പം എന്നെ യൂഷ്വലി അഭി ആദ്യമേ കുത്തിപ്പൊക്കി വിടുവേ എണീക്കാൻ വേണ്ടിയിട്ട്. അത് എന്തിനാന്ന് വെച്ചാൽ അത് അവൻ്റെ ടാക്ടിക്സ് ആണ്. ഞാനപ്പോൾ ഫുഡെല്ലാം എണീറ്റ് കഴിഞ്ഞിട്ട് അവൻ ഫ്രഷ് ആവാൻ പോകുന്ന സമയം കൊണ്ട് ഞാൻ ഫുഡെല്ലാം ആക്കി വരും. അപ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ നൈസായിട്ട് വരും. അപ്പോൾ എനി ടൈം വരുമായിരിക്കും. ഞാൻ എന്തായാലും വെയിറ്റ് ചെയ്യുന്നില്ല, ഞാൻ സ്മൂത്തി കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് എനിക്ക് ക്ലിയർ ചെയ്യണം അപ്പം തന്നെ കിച്ചൺ. അപ്പോൾ ഞങ്ങൾ യൂഷ്വലി വെള്ളിയാഴ്ചയാണ് നമ്മുടെ ക്ലീനിങ് ഡേ. അപ്പോൾ വെള്ളിയാഴ്ച ഞങ്ങൾ ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ സൺഡേ അല്ലേ, അപ്പോൾ വീട് ഫുള്ള് നല്ല വൃത്തിയായിരിക്കും. അത് അങ്ങനെ കീപ്പ് ചെയ്ത് പോകും. എന്നിട്ടൊരു തേഴ്സ്ഡേ ഒക്കെ ആകുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ഒരു വെനസ്ഡേ തേഴ്സ്ഡേ ഒക്കെ ആകുമ്പോൾ നമ്മൾ ഡെയിലി ഓഫീസിലൊക്കെ പോകുന്നില്ല, നമുക്ക് അപ്പോൾ എന്നും ഇങ്ങനെ പോയി അടുക്കി പെറുക്കാവുന്ന സമയമില്ല. പക്ഷെ ഞാൻ ട്രൈ ചെയ്യും ഇങ്ങനെ അതാത് സ്ഥലം വെക്കാനായിട്ട്. അപ്പോൾ സൺഡേ ഒന്നും ഇത് തിരിച്ച് പഴയപോടാവാൻ പാടില്ല. അതുകൊണ്ട് ഞാൻ അപ്പം തന്നെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്ത് പോകും. ഇത് കുറച്ച് നാൾ മുമ്പ് എടുത്തൊരു വീഡിയോ ആണ്. ആൻഡ് അത് വന്നിട്ടൊരു ലോങ് വീക്കെൻഡ് ആയിരുന്നു. അപ്പം ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നതിന് തലേ ദിവസത്തെ ഒരു ചെറിയ ക്ലിപ്പിംഗ് ആണിത്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് എൻ്റെ കസിൻസ് ബർമിംഗ്ഹാമിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ഡയറക്റ്റ് കസിൻ അല്ല, ആക്ച്വലി ഞാൻ ഈ ചേട്ടൻ്റെ ചിറ്റയാണ്, ഇത്രയും വലിയ ചേട്ടൻ്റെ ചിറ്റയാണ് ഞാൻ. അങ്ങനെ ഒരു എന്താ പറയുക, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് റിലേഷനൊക്കെയാണ് ഞങ്ങളുടെ. അപ്പോൾ അവർ വന്നിട്ടുണ്ടായിരുന്നു കോവൻട്രിയിൽ. അങ്ങനെ ഞങ്ങൾ നേരെ കേരള കഫേയിലൊക്കെ പോയി. അപ്പോൾ കേരള കഫേ ഇവിടെ ഭയങ്കര അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റാണ്. ഭയങ്കര ഒരു എന്താ പറയുക, നാടൻ വൈബൊക്കെ കിട്ടും. അപ്പം ഞങ്ങളിത് ആദ്യമായിട്ട് നോട്ടീസ് ചെയ്യുന്നത്, ഞങ്ങളിങ്ങനെ ഇതുവഴി ഇങ്ങനെ നടന്നു പോകും, നല്ല നാടൻ പാട്ടും മലയാളം പാട്ടൊക്കെ കേട്ടിട്ടാണ്. ആൻഡ് ഉഴുന്നുവട എൻ്റെ ഫേവറേറ്റ് ആണ്. ഞാൻ നല്ല ഉഴുന്നുവടയൊക്കെ തട്ടി തുടങ്ങി. എങ്ങനെയുണ്ട്? മര്യാദക്ക് വേണോടാ, എക്സ്റ്റെൻഡ് ചെയ്യണോ? അങ്ങനെ അടിപൊളി ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇത് നല്ല വെറൈറ്റി ആയിട്ടാണ് ഈ കഫേ അവർ എന്താ പറയുക മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ഒരു എസ്തെറ്റിക്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ ആ ഒരു മലയാള മനോരമയുടെ കലണ്ടറും പിന്നെ പോസ്റ്റേഴ്സും ആ ബൂസ്റ്റൊക്കെ തൂക്കിയിട്ടിരിക്കുന്നതും നല്ല രസമായിരുന്നു. പിന്നെ അവർ ബൈ ബൈ ഒക്കെ പറഞ്ഞിട്ട് അവർ പോയി. അവർ സത്യം ഗൈസ്. അപ്പോൾ അവരെ നമ്മൾ പറഞ്ഞു വിട്ടു. അവർക്ക് ബൈ ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇനി ഇവിടുന്ന് വേർപിരിയാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോവാണ്. അബിയുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് പോവാണ്. ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പോവാണ്. പക്ഷെ ഞാനും അബി ആദ്യം എൻ്റെ ഫ്രണ്ടിനെ കാണും, എന്നിട്ട് അബിയുടെ ഫ്രണ്ട്. അങ്ങനെയാണ് നമ്മൾ ഈ രീതിയിലൊന്ന് സ്കിൻ കെയർ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ യൂഷ്വലി ഡെയിലി ഫോളോ ചെയ്യുന്ന ഒരു റുട്ടീനുണ്ട്. ഈ അടുത്താണ് സ്റ്റാർട്ട് ചെയ്തത്. ഇവിടെ UK-ലൊക്കെ വരുമ്പോൾ നമ്മൾ വെതറിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ കെയർ ചെയ്യണമല്ലോ. അങ്ങനെയൊന്നും ഞാൻ ചെയ്തേ ഇല്ല, ഫുൾ ഇഗ്നോർ ചെയ്ത്. പിന്നെ എനിക്ക് കുറച്ച് കുളമാകാൻ തുടങ്ങി. അപ്പം ഞാൻ ഓർത്തു ഒരു ചെറിയ രീതിയിൽ ഞാൻ ഈ വർഷമല്ല, ലേറ്റ് ടു ലാസ്റ്റ് ഇയർ ഞാൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ എന്തുകൊണ്ട് ഇത് ചെയ്യുന്നത് വെച്ചാൽ, നമ്മൾ വീട്ടിൽ ഇരിക്കാൻ പോവുകയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് വെളിയിൽ പോകണമെങ്കിലും എനിക്ക് ജസ്റ്റ് ഡ്രസ്സ് മാറിയിട്ട് അങ്ങ് പോയാൽ മതി. എനിക്കിങ്ങനെ ലൈറ്റായിട്ട് മേക്കപ്പ് ഒന്നും ഇടാൻ എനിക്ക് ഇഷ്ടമല്ല. അപ്പം ലൈറ്റായിട്ട് എന്തെങ്കിലും സ്കിന്നിലുണ്ടെങ്കിൽ നമുക്ക് അതുവഴിയെ തന്നെ അങ്ങ് ഇറങ്ങിപ്പോവാമല്ലോ. അപ്പം ഞാൻ രാവിലെ തന്നെ ഫേസ് നല്ലപോലെ സെറാവിൻ്റെ ക്ലെൻസറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഫേസ് നല്ലപോലെ ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന് ശേഷം ഞാൻ ഇതുപോലൊരു ഇങ്ങനെ ബൂട്ട്സിൽ നമുക്ക് വാങ്ങാൻ കിട്ടും ഇങ്ങനെ കോട്ടൺ പാഡ്സ്. അപ്പോൾ ഇങ്ങനെ ഒരു പാഡ് എടുക്കും. നമ്മൾ ഫസ്റ്റ് ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ സ്കിന്നിൽ ചെയ്യേണ്ടത് നമ്മൾ എന്താണ്, ടോണർ അപ്ലൈ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ പറയാം, TSM റുട്ടീൻ എന്ന് ഓർത്താൽ മതി. അതായത് നമ്മൾ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞ് ഫസ്റ്റ് തിങ് നമ്മൾ ഇടേണ്ടത് ടോണറാണ്. പിന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു സീറം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്, പിന്നെ മോയ്സ്ചറൈസർ. അപ്പോൾ ഈ 3 സാധനം കഴിഞ്ഞിട്ട് സൺസ്ക്രീനും കൂടി ഇട്ടാൽ സെറ്റാണ്. അതിൻ്റെ അപ്പുറത്തോട്ട് നിങ്ങളുടെ സ്കിന്നിന് ഒരു ബാരിയർ സെറ്റാണ്. വേണ്ടി ഞാൻ ഭയങ്കര ഐ മീൻ ലവ് വിത്ത് ദിസ് പ്രോഡക്റ്റ്. ഇത് നമുക്കൊരു ഭയങ്കര പെട്ടെന്നൊരു ഫ്രഷ് ഒരു ഫീല് തരും കേട്ടോ. ഞാനതിങ്ങനെ കോട്ടൺ പാഡിലേക്ക് കുറച്ച് ഡ്രോപ്സ് ഇങ്ങനെ ഒഴിക്കും. എന്നിട്ട് ഞാനിങ്ങനെ എൻ്റെ ഫേസിൽ മൊത്തം ഓക്കെ. പിന്നെ ഞാൻ മോർണിംഗ് അല്ല, ഇത് ആഫ്റ്റർനൂൺ ആയി, ഇത് രാവിലെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ പിന്നെ എൻ്റെ മോർണിംഗ് റുട്ടീൻ്റെ പാർട്ടാണ് ഈ വൈറ്റമിൻ C സെറം. അപ്പോൾ ഞാൻ എന്തിൻ്റെ വൈറ്റമിൻ C സെറം മേടിക്കുമെന്ന് ഓർത്ത് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെ ഞാൻ കഴിഞ്ഞ വർഷം എൻഡിലേക്ക് കുറേ ഇങ്ങനെ റിസർച്ച് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ ഈ ലോറിയൽ
റീവിറ്റാ ലിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു സിറം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ചേഞ്ച് ഉണ്ടോയെന്ന് വെച്ചാൽ സത്യം പറഞ്ഞാൽ എനിക്കറിയത്തില്ല എന്താ ചേഞ്ച് എന്നൊക്കെ. പക്ഷെ ഞാൻ ചുമ്മാ ആ ഒരു ഫ്ലോയ്ക്ക് ആ ഒരു റുട്ടീനിന് ഞാൻ ഇടുവാണ്. എനിക്ക് പ്രശ്നമായിട്ടൊന്നും തോന്നിയില്ല. അപ്പോൾ ഐ തിങ്ക് ഇറ്റ്സ് ഗുഡ്. അങ്ങനെ ഓരോ ഡ്രോപ്പ് ഇടും. നമ്മുടെ മറ്റേ ടോണർ കംപ്ലീറ്റ്ലി ഇതായിട്ട് വേണം കേട്ടോ ഈ സെറമൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട്. അതിന് ശേഷം മോയ്സ്ചറൈസർ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട 2 മോയ്സ്ചറൈസറായിരുന്നു. ഒന്ന് ഹോൾഡ് ആൻഡ് ബാരറ്റിൻ്റെ ഒരു കുക്കുംബർ മോയ്സ്ചറൈസർ ഉണ്ട്. പക്ഷെ അതിപ്പോൾ ഹോൾഡ് ആൻഡ് ബാരറ്റ് പോയിട്ട് കാണുന്നില്ല. അത് പണ്ട് ഞാൻ നാട്ടിലായിരുന്നു, അപ്പം UK വന്ന സമയത്ത് എനിക്ക് കൊണ്ടു തന്നതാണ്. പക്ഷെ അതിപ്പം കാണുന്നില്ല. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് റിസർച്ച് ചെയ്ത് വാങ്ങിച്ചതാണിത്. ഈ സെറാവീൻ്റെ ഫേസ് മോയ്സ്ചറൈസിങ് ലോഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ SPF ഉണ്ട് ആൻഡ് പ്ലസ് ഇതൊരു മോയ്സ്ചറൈസർ. ഇത് മിക്കവർക്കും അറിയാമായിരിക്കും. ഇപ്പം ഞാൻ മൊത്തത്തിൽ സെറാവിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെന്ന് തോന്നുന്നു. ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് ഓൾമോസ്റ്റ് തീർന്നു. ആൻഡ് എൻ്റെ വേറെ പുതിയ പാക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇത് തീർത്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇതിൽ സൺസ്ക്രീൻ ഉണ്ട്. നമ്മളിങ്ങനെ എല്ലായിടത്തും ആക്കുക. നല്ല ചോറും മോരുകറിയും. ഇതെന്താ ബേ? തന്തൂരി ചിക്കൻ. അപ്പം നമ്മളെ ചോറ്, മോരുകറി ആൻഡ് തന്തൂരി ചിക്കൻ ഗ്രിൽ. അപ്പം ഇതെല്ലാം ചെയ്തു തന്നു. കാരണം എനിക്ക് ഒരിടത്ത് പോകാനുണ്ട്. ഞാനിങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചു. എൻ്റെ ഡ്രസ്സ് കുറച്ച് കോമഡി ആയിട്ടില്ലേ, കാരണം ഞാൻ ഈ ഫുഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ റിസ്ക് എടുക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിരിക്കുക. അപ്പോൾ പെട്ടെന്നിട്ടൊരു പ്ലാനായിരുന്നു. ഞങ്ങൾ ഗേൾസ് എല്ലാവരും കൂടെ ചുമ്മാ വെളിയിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഇവിടെ അടുത്തുള്ളൊരു കഫേയിൽ പോയി അങ്ങനെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. അതാ ഗൈസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് ക്രിയേറ്റീവ്സ്. അപ്പം നമ്മൾ ഇന്ന് എവിടെ ഉള്ളത്? ഇതൊക്കെ ആരൊക്കെ ദേവു, നീ എന്താ ഓർഡർ ചെയ്തത്? എന്റെ ഏതാടി? ഇതാ ഓഡ് വൺ ഔട്ട്. ഞങ്ങൾ തലേ ദിവസം നമ്മൾ ഗേൾസ് എല്ലാവരും കൂടെ വെളിയിൽ ഇറങ്ങി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞങ്ങൾ പിറ്റേ ദിവസം കണ്ടിന്യൂ ചെയ്തു. സമുദായം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടി. കണ്ട എൻ്റെ ഒരു മഞ്ഞറ്റോണല്ലോ. ഇത് യൂട്യൂബിലെ ഞാൻ എങ്ങനെ ഉണ്ടായിരുന്നു? ഇന്നലെ തൊട്ട് ഭയങ്കരമല്ലോ. ഇന്നലെ തൊട്ട് കുറേ കാലത്തിന് ശേഷം കണ്ടോ ഫോണിന്റെ പ്രശ്നമല്ല, ക്യാമറയുടെ പ്രശ്നം. ഓക്കെ, ഇനി എങ്ങോട്ടാ പോകുന്നത് ഗേൾസ്? നീ ഫോട്ടോ എടുത്ത് നിന്ന് ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ എല്ലാം പോയിട്ട് തിരിച്ചു വന്നു ഗൈസ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾക്ക് ഭയങ്കര ഷുഗർ ക്രേവിങ്സ്, പിന്നെ സ്വീറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കണം. അപ്പോൾ ഇതിനെന്നാ നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ആക്ച്വലി മെയിൻ ഫുഡ് കഴിച്ചിട്ട് ഡെസേർട്ട് കഴിക്കാൻ പോകാനാണ് താല്പര്യം. പക്ഷെ പുള്ളിക്ക് അവൻ അതാണ് താല്പര്യം. അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് ഞാൻ എന്തായാലും വെളിയിലൊക്കെ പോയതല്ലേ, പിന്നെ പിള്ളേരെന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് പോവാം. അപ്പൊ ഞങ്ങള് നേരെ ഫുഡ് കഴിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. കണ്ടോ ഈ അവസ്ഥ?
മോർണിംഗ് ഗായ്സ്. അങ്ങനെ അടുത്തൊരു ദിവസമായിരിക്കുകയാണ്. ഇതാണ് ഞങ്ങളുടെ വ്യൂ. ഓക്കെ ഗായ്സ്, അങ്ങനെ പുതിയൊരു ദിവസം. ഞാൻ ആദ്യം തന്നെ എണീറ്റ് ഫ്രഷ് ഒക്കെ ആയി നമുക്ക് സ്മൂതി ഉണ്ടാക്കാം. കാരണം അബിക്ക് സീരിയൽസ് മടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ വേറെ ചോയ്സ് ഇല്ല. എന്നാൽ പിന്നെ സ്മൂതി ഉണ്ടാക്കിയേക്കാം. എന്നിട്ട് നമുക്കിന്ന് കുറേ പരിപാടിയുണ്ട്. നമുക്കിന്ന് വെളിയിൽ പോയി കുറേ പരിപാടീസ് ഉണ്ട്. ആക്കണം, അതിൻ്റെ ഒരു ടു ഡു പ്രിപ്പയർ ചെയ്യണം. കാരണം അതുമാതിരി കാര്യങ്ങൾ നമുക്ക് വെളിയിൽ നിന്ന് ചെയ്യാനുണ്ട്. തൂരി മസാല ഇട്ട് ഫ്രൈ ചെയ്ത ചിക്കൻ ഉണ്ട്. ഇനിയിപ്പോൾ 2 പീസും കൂടെ ഉള്ളൂ. ഓക്കെ, പിന്നെ അതേ നല്ല ചോറ്, മട്ടരീൻ്റെ ചോറ്. ആൻഡ് ഇതൊരു സീൻ സാധനമായിരുന്നു, നല്ല മോര് കറി. ഓക്കെ, ഇത് നമുക്കിന് ഒരു നേരത്തേക്കും കൂടെ ഉള്ളതുണ്ട്. അപ്പോൾ ചോറ് ഞങ്ങൾക്ക് ഭയങ്കര ലക്ഷറിയാണ് കേട്ടോ, വല്ലപ്പോഴും ഉണ്ടാക്കുന്ന സാധനമാണ്. അപ്പം ഇന്ന് ഉച്ചയ്ക്ക് ഇതോടും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ചെമ്പ എടുക്കുക, തൊട്ടടുത്ത് 3.4 ലിറ്റർ ഉണ്ട്. ഭയങ്കര വലിയ കുപ്പിയാണ്. അപ്പം അത് തീർന്ന് നമുക്കിന്ന് പാലും വാങ്ങണം. പിന്നെ ഞാൻ എന്തൊരു കാര്യം പിന്നെ ഞാൻ പറയാമെന്നു വെച്ചാൽ, ആക്ച്വലി എൻ്റെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇന്നലെ ഒരു വ്ളോഗ് എടുത്ത് തീർക്കാമെന്നായിരുന്നു. അല്ല, ഐ തോട്ട് ലൈക്ക് ഇന്ന് കുറച്ചുകൂടെ ഹാപ്പനിങ് ഡേ ആണ്. നമ്മൾ ഇന്ന് വെളിയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഒരു വീക്കെൻഡ് വ്ളോഗ് പോലെ ആക്കാമെന്ന് വെച്ചു. ഇന്ന് മൺഡേ ആണ്. ഇന്ന് ഞങ്ങൾക്ക് ഇവിടെ അവധിയാണ്. അപ്പോൾ ബാങ്ക് ഹോളിഡേ ആണ്. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇന്ന് നമുക്ക് വെളിയിലാണ് നമ്മുടെ മിക്ക പരിപാടികളും ഉള്ളത്. അപ്പോൾ ഇന്നത്തെ മൺഡേയ്സ് ഫുള്ളി വെളിയിൽ സ്പെൻഡ് ചെയ്യാമെന്ന് ഞാൻ മൈൻഡിൽ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ഞാൻ കുറച്ച് ഓൾഡ് സ്കൂളാണ്. ഞാനിങ്ങനെ നോട്ട് ചെയ്ത് വെക്കുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് ഇന്ന് വെളിയിൽ പോയി ചെയ്യേണ്ടതെന്നൊക്കെ. ഗൈസ്, ഞാൻ ഫുൾ റെഡിയായി. എനിക്ക് ഓഫീസിൽ നിന്ന് കിട്ടിയൊരു ബാഗാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്തിട്ടുണ്ട്. ഞാൻ പുതിയൊരാളെ കാണിച്ചു തരാം. പുതിയൊരാളെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അഭിജിത്ത് രാജീവ് പോയി. അഭിജിത്ത് രാജീവ് എന്നെ ഉപേക്ഷിച്ച് പോയി. ആൻഡ് ദിസ് ഇസ് ദ ന്യൂ ഗായ്. മതി, യു ലുക്ക് ലൈക്ക് എനിക്ക്. ഇപ്പൊ ഗൈസ് റെഡി ആയിട്ട് കുറച്ച് നേരമായി. കാര്യങ്ങളെല്ലാം ഇങ്ങനെ അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു 7 തിങ്സ് വെളിയിൽ ചെയ്യാനുണ്ട്. പക്ഷെ എല്ലാം ഒന്നും ഇവരെ കാണിക്കാൻ പറ്റുമോ? എന്താ ഇല്ല, എല്ലാ കാര്യങ്ങളും ഒന്നും ഞങ്ങളിപ്പോ കാണിക്കുന്നില്ല. പിന്നെ നമ്മളിപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഇത് എൻ്റെ അഭിജിത്ത് അല്ല ഗൈസ്. എൻ്റെ അഭി ഇങ്ങനല്ല, എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനല്ല. ഇത് വേറെ ആരുമാണ്. എനിക്ക് ഇപ്പോഴും പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർ എന്തിനാ ഇന്ന് പോയി ഇത് ചെയ്തത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എനിക്ക് സെറ്റ് ആവുമായിരിക്കും. അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങട്ടെ. കാരണം ഇന്നിവിടെ എല്ലാ കടകളും ഒരു 5 ഒക്കെ ആകുമ്പോൾ അടയ്ക്കും. അപ്പം നമുക്ക് അതിന് മുമ്പ് കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. ഓക്കെ, ബൈ ഗായ്സ്. സത്യം പറഞ്ഞാൽ നമ്മുടെ കുറച്ച് സമയമുള്ളായിരുന്നു. അതുകൊണ്ട് എനിക്ക് വെളിയിൽ പോയി വ്ളോഗൊന്നും ചെയ്യാൻ പറ്റില്ല. പെട്ടെന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് തീർക്കുമായിരുന്നു. ആൻഡ് പിന്നെ കുറച്ച് നെസസറി ആയിട്ടുള്ള പാല്, കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ അൽദി കയറി മേടിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു. ഇപ്പം എവിടെ ചീസ്? കയ്യിൽ എവിടെ ചീസ്? ഇനി എന്താ അഭിപ്രായം? മറ്റേ സ്പോർട്സ് ഡയറക്റ്റിൽ ഇതൊന്നും കൊടുത്തില്ല. സമയം നമുക്ക് പുളിയുള്ള ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇതാ കാറ്റഗറി വരത്തില്ല. ബട്ട് സ്റ്റിൽ എനിക്ക് എന്തോ ഭയങ്കര ഇഷ്ടമാണിത്. പുളി എന്ന് വെച്ചാൽ എനിക്ക് ഓറഞ്ച് പോലത്തെ ഫ്രൂട്ട്സ്, ഇങ്ങനെ ബെറീസ്, അതൊക്കെയാണ് എൻ്റെ ടോപ്പ് ഫേവറേറ്റ്. ഇത് നാളത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഞാൻ കുറച്ച് നട്ട്സൊക്കെ ഇങ്ങനെ സോക്ക് ചെയ്ത് വെച്ചിരിക്കാം. ഇതാണ് അവസ്ഥ. നമ്മൾ ചിക്കനൊക്കെ ഇട്ടു. ഇനി നമുക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഗൈസ്, ഫുഡെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ആൻഡ് ഇതൊരു ഭയങ്കര ഒരു ലേസി ഒരു വീക്കെൻഡിൽ ഒരു ഡേയുടെ വ്ളോഗായിട്ട് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്തോ. കാരണം ഞാൻ ഇനിയും ഇതുപോലത്തെ വീഡിയോസായിട്ട് തിരിച്ചു വരുന്നതായിരിക്കും. ആക്ച്വലി ഗുഡ്.